ജമ്മു കശ്മീരിലെ ഡോഡയിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. ഭീകരർ മേഖലയിൽ തന്നെ ഉണ്ടെന്ന നിഗമനത്തിൽ വനമേഖലയിൽ ഉൾപ്പെടെ വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ആർക്ക് ഇപ്പോഴും പരിശോധന തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഭീകരർ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നിഗമനമാണോ അതോ ഒരു തീർച്ചപ്പെടുത്തലുണ്ടോ അവിടെ? ഇത് ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ മേഖലയുടെ വെല്ലുവിളിയാണ് ഇപ്പോൾ സേനയെ സംബന്ധിച്ച് പ്രതിബന്ധമായി മാറിയിരിക്കുന്നത്. ഈ വനമേഖലകൾ ഉള്ള വനമേഖലകൾ ഉള്ള ഇടമാണ് ഈ ഡോഡ ജില്ല. ആ ഭാഗത്താണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. ഭീകരർ ഈ വനത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ട് എന്ന വിധത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചും ഈ സംയുക്ത സേന തെരച്ചിൽ നടത്തുന്നുണ്ട്. ഭീകരരെ കണ്ടെത്തുക, 4 സൈനികരുടെ വീരമൃത്യുവിന് കാരണക്കാരായിട്ടുള്ള ഭീകരരെ കണ്ടെത്തുക, അവരെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് സേനയുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. രാപകൽ വ്യത്യാസമില്ലാതെ തിരച്ചിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് 2 ദിവസങ്ങളായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.